നമുക്കിന്ന് അംഗനവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കുറുക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ആ പൊടി വെച്ചിട്ട് നമുക്കിന്നൊരു പുട്ട് തയ്യാറാക്കി നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്നത് പോലെ തന്നെ ഇത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ട് കുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറ്റിയിലേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് നമ്മളിത് കുറേശ്ശെയായിട്ട് കോരിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക, വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക, വീണ്ടും തേങ്ങാപ്പീര ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊടിക്ക് നല്ല മധുരം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട. വേണമെങ്കിൽ ഒരു പഴമോ പപ്പടമോ ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.